കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ചന്ദ്രികയിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ സിപിഎമ്മിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇടതില്ല എങ്കിൽ മുസ്ലിങ്ങൾ രണ്ടാം തര പൗരന്മാരാകുമെന്നത് തമാശയാണ്. സമസ്തയെ രാഷ്ട്രീയ കവലയിലേക്ക് വലിച്ചിഴയ്ക്കാൻ സിപിഎം ശ്രമിച്ചു. ഇതിന് സിപിഎമ്മിന് വലിയ പ്രഹരം കിട്ടിയെന്നുമടക്കമുള്ള കടുത്ത ആക്ഷേപങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചത്. എന്നാൽ അതിന് മറുപടി എന്നോണം മുസ്ലിം ലീഗിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് ദേശാഭിമാനി ലേഖനത്തിലൂടെ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പുത്തലത്ത് ദിനേശൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. മുസ്ലിം ലീഗ് ഇപ്പോൾ ഉയർത്തുന്നത് മതരാഷ്ട്രവാദികളുടെ മുദ്രാവാക്യമാണെന്ന ലേഖനത്തിൽ അദ്ദേഹം വിമർശിക്കുന്നത്. മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിനായി ഇടതുപക്ഷം സ്വീകരിച്ച നിലപാട് മുസ്ലിം സംഘടനകളെ ഇടതുപക്ഷത്തേക്ക് അടുപ്പിച്ചുവെന്നും ഇതാണ് ലീഗും സമസ്തയും തമ്മിലുള്ള സംഘർഷത്തിന് കാരണമെന്ന് ലേഖനത്തിൽ പറയുന്നു. കമ്മ്യൂണിസ്റ്റുകൾ മതനിരാസരാണെന്ന സാദിഖ് അലി തങ്ങളുടെ പ്രസ്താവന ലീഗിനെ മതരാഷ്ട്രീയവാദികളുടെ പാളയത്തിൽ എത്തിക്കുമെന്നും വിമർശനത്തിൽ പറയുന്നു. കേരളത്തിലെ പ്രബല മുസ്ലിം വിഭാഗമായ സുന്നികളുമായി യോജിക്കാവുന്ന വിഷയങ്ങളിൽ യോജിക്കുന്ന നിലപാടാണ് സിപിഎമ്മിനെന്നും ലേഖനത്തിൽ വ്യക്തമാക്കുന്നു. ലേഖനത്തിൽ പുത്തലത്ത് ദിനേശൻ പറയുന്നത് ഇങ്ങനെയാണ്: അടിസ്ഥാന വിഭാഗത്തിന്റെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്ന സിപിഎമ്മിന്റെ സമീപനം മുസ്ലിം ജനവിഭാഗങ്ങളിലടക്കം പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതാണ്. വർഗീയതയ്ക്കെതിരെ സമരൈക്യം കൂടിയായി ഇതിനെ മാറ്റിയെടുക്കുകയാണ്. പാവപ്പെട്ടവരുടെ സംരക്ഷണം എന്ന പാർട്ടി സമീപനം ന്യൂനപക്ഷ വിഭാഗം ഉൾപ്പെടെയുള്ളവരുടെ സംരക്ഷണത്തിന്റെ ഭാഗമാണ്. കേരളത്തിലെ മുസ്ലിം സംഘടനകളൊക്കെ തങ്ങളുടെ കൊടിക്കീഴിൽ കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പ് വിജയം നേടുകയെന്നതായിരുന്നു മുസ്ലിം ലീഗിന്റെ സമീപനം. ലീഗിലെ സമ്പന്ന വിഭാഗത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി മുസ്ലിം സംഘടനകളെ യോജിപ്പിച്ചു നിർത്തിയിരുന്ന നയമായിരുന്നു ലീഗിന്റേത്. ബാബറി മസ്ജിദ് പൊളിച്ചതടക്കം മതനിരപേക്ഷത തകർക്കുന്ന നയങ്ങൾ രാജ്യത്ത് ഉയർന്നപ്പോൾ ശരിയായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ മുസ്ലിം ലീഗിന് കഴിഞ്ഞില്ല. ലീഗിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന നയങ്ങൾ ഉൾക്കൊള്ളാൻ മുസ്ലിം സംഘടനകളിൽ പലതും തയ്യാറായില്ല. അത് മുസ്ലിം ലീഗും മുസ്ലിം സംഘടനകളും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങളിലേക്ക് നയിച്ചു. തങ്ങളുടെ നിലപാടുകൾക്കനുസരിച്ച് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായി ഇത്തരം സംഘടനകൾ ഇടപെടുന്ന നിലയുണ്ടായി. ഈ സമീപനം അംഗീകരിക്കാൻ കഴിയാത്ത മുസ്ലിം ലീഗ് ഈ സംഘടനകളെ തങ്ങളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ പല വിധത്തിൽ ഇടപെട്ടു. മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിന് ഇടതുപക്ഷം സ്വീകരിക്കുന്ന നിലപാട് മുസ്ലിം ജനവിഭാഗങ്ങളിലെ മതനിരപേക്ഷത മുറുകെ പിടിക്കുന്ന സംഘടനകളെ ഇടതുപക്ഷ മുന്നണിയുമായും സർക്കാരുമായി സഹകരിക്കുന്ന സ്ഥിതിവിശേഷം സൃഷ്ടിച്ചു. സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള സംഘർഷത്തിന്റെ അടിസ്ഥാനം ഇതമായിരുന്നു. മുസ്ലിമായി ജീവിക്കണമെങ്കിൽ മതനിരപേക്ഷമായ സമൂഹം ഉണ്ടായാൽ മതി എന്ന നിലപാടാണ് പൊതുവിൽ മുസ്ലിം മത സംഘടനകൾക്കുള്ളത്. സുന്നി സംഘടനകൾ ഇതിന് ഉദാഹരണമാണ്. ഇത്തരം സംഘടനകളുമായി യോജിക്കാവുന്ന വിഷയങ്ങളിൽ യോജിക്കുന്ന നയമാണ് സിപിഎമ്മിനുള്ളത്. മതവിശ്വാസികളുമായി ഐക്യവും വർഗീയതയ്ക്കെതിരെ സമരവും എന്നതാണ് സിപിഎമ്മിന്റെ സമീപനം. ഈ നയം കൂടുതൽ ശക്തമായി സിപിഎം നടപ്പാക്കാൻ തുടങ്ങിയതോടെ മുസ്ലിം ലീഗ് പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചു. മുസ്ലിം രാഷ്ട്രവാദം ഉയർത്തുന്ന ജമാഅത്തെ ഇസ്ലാമിയും തീവ്ര നിലപാടെടുക്കുന്ന മുസ്ലിം സംഘടനകളുമായും രഹസ്യമായും പിന്നീട് പരസ്യമായും അവർ ബന്ധം സ്ഥാപിച്ചു. അവരുടെ സംഘടനാ സംവിധാനത്തെ ഇടതുപക്ഷത്തിനെതിരെയുള്ള തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനും പ്രചാരണത്തിനും ലീഗ് ഉപയോഗിച്ചു. അവരുടെ മുദ്രാവാക്യങ്ങൾ പലതും സ്വീകരിക്കുന്ന നിലയും അവർ മുന്നോട്ട് വെച്ചു. മുസ്ലിം മത സംഘടനകളുടെ നിലപാടുകൾ സൃഷ്ടിക്കുന്ന തിരിച്ചടി മറികടക്കാൻ മതരാഷ്ട്രവാദികളുമായുള്ള ചങ്ങാത്തം എന്നതാണ് ലീഗ് സ്വീകരിക്കുന്ന സമീപനം. ഇപ്പോൾ ലീഗ് ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ പലതും ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള മതരാഷ്ട്രീയവാദികൾ മുന്നോട്ട് വയ്ക്കുന്ന വിധത്തിലുള്ളതാണ്. സിപിഎം മതവിരുദ്ധ പ്രസ്ഥാനമാണെന്നും മറ്റുമുള്ള മുസ്ലിം ലീഗ് പ്രസിഡന്റിന്റെ പ്രസ്താവന ജമാഅത്തെ ഇസ്ലാമിയുടെ മൂർച്ചയിൽ നിന്ന് രൂപപ്പെട്ടതാണ്. കേരള വിഭജനം എന്ന മുദ്രാവാക്യവും അത്തരം അജണ്ടകൾ സ്വീകരിക്കുന്ന ലീഗ് പക്ഷപാതികളിൽ നിന്ന് ഉയർന്നു വരുന്നതാണ്. മതരാഷ്ട്രവാദികളുടെയും തീവ്രവാദ സമീപനം സ്വീകരിക്കുന്നവരുടെയും മുദ്രാവാക്യം ഏറ്റെടുത്ത് മുസ്ലിം ലീഗ് പ്രവർത്തിക്കുമ്പോൾ ആ സമൂഹത്തിൽ മതരാഷ്ട്രവാദം പ്രചരിപ്പിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ദൗത്യം മുസ്ലിം ലീഗ് സ്വയം ഏറ്റെടുക്കുകയാണ്. ഇത് കേരളത്തിലെ ജനാധിപത്യപരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം സമൂഹത്തെ മതരാഷ്ട്രീയവാദികളുടെ കൈകളിലേക്ക് എത്തിക്കുക എന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ അജണ്ടയുടെ പ്രയോഗമാണ്. ഇത്തരം മതരാഷ്ട്രവാദ ആശയങ്ങളെ ചൂണ്ടിക്കാണിച്ച് ശക്തിപ്പെടാൻ സംഘപരിവാറിന് അത് അവസരമൊരുക്കുകയും ചെയ്യും. ഇത്തരത്തിൽ അതിരൂക്ഷ വിമർശനങ്ങളാണ് പുത്തലത്ത് ദിനേശൻ തന്റെ ലേഖനത്തിലൂടെ മുസ്ലിം ലീഗിനെതിരെ പ്രയോഗിച്ചിരിക്കുന്നത്. ന്യൂനപക്ഷങ്ങളോടുള്ള സിപിഎമ്മിന്റെ നിലപാടിനെതിരെ മുസ്ലിം ലീഗ് പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി പല രൂക്ഷ വിമർശനങ്ങളും ഉന്നയിച്ച് പലപ്പോഴും രംഗത്ത് വരാറുള്ളതാണ്. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ തെരഞ്ഞെടുപ്പ് കാലത്തടക്കം രൂക്ഷമായ വിമർശനങ്ങൾ സിപിഎമ്മിനെതിരെ അദ്ദേഹം ഉന്നയിച്ചിരുന്നു. എന്നാൽ സമസ്തയുമായി സിപിഎം അടുക്കുന്നു, അല്ലെങ്കിൽ സമസ്ത നേതാക്കളുമായി സിപിഎം കൂടുതൽ ബന്ധം പുലർത്താൻ ശ്രമിക്കുന്നു എന്നതടക്കം വലിയ ആശങ്കയായിരുന്നു ലീഗിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയിലും മലപ്പുറത്തും എല്ലാം വോട്ട് വിഹിതത്തിൽ വലിയ രീതിയിലുള്ള ചോർച്ചകൾ ഉണ്ടായെന്നതും ലീഗിനെ ആശങ്കപ്പെടുത്തിയിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ പ്രതീക്ഷിച്ചതിലും ഉപരിയായിട്ടുള്ള ഒരു വിജയമാണ് ലീഗ് അടക്കമുള്ള യുഡിഎഫിന് നേടാൻ സാധിച്ചത്. വടകരയിൽ യുഡിഎഫ് പുറത്തിറക്കിയെന്ന് ആരോപിച്ച് എൽഡിഎഫ് വളരെയധികം പ്രചാരണ ആയുധമാക്കിയ കാഫ്ര സ്ക്രീൻഷോട്ട് അടക്കമുള്ള കാര്യങ്ങളെ ഊന്നിപ്പറഞ്ഞും അദ്ദേഹം വിമർശിച്ചു.
പ്രത്യേകിച്ച് കുറ്റാരോപിതനായ ലീഗ് പ്രവർത്തകൻ അല്ല ഇതിന് പിറകിലെന്നുള്ള കാര്യം കോടതിയിൽ പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചതിന് പുറമെയാണ് ദീപിക പത്രത്തിൽ വിമർശനമായി അദ്ദേഹം എത്തിയത്. നേരത്തെ തന്നെ CPM സമസ്തയുമായി അടുക്കുന്നുവെന്ന പശ്ചാത്തലത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. പൊതുവേദികൾ അടക്കം CPM നേതാക്കൾക്കൊപ്പം സമസ്ത നേതാക്കളും വേദി പങ്കിട്ടിരുന്ന കാഴ്ചകളൊക്കെ കണ്ടതാണ്. സമസ്തയുടെ CPM പ്രീണനത്തിന് എതിരെ നിരവധി തവണ സാദിഖ് അലി ശിഹാബ് തങ്ങൾ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്ന സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു താക്കീതിന്റെ സ്വരമായിരുന്നു തന്റെ ലേഖനത്തിൽ മുഴുവനും. ആ ലേഖനം ഉണ്ടാക്കിയ ചർച്ചകളിലെയും വിവാദങ്ങളിലെയും അലയൊലികൾ എല്ലാം അവസാനിക്കുന്നതിന് മുൻപാണ് മറുപടി എന്നോണം CPMന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു നീക്കം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. CPMന് പൊതുവെ ഉണ്ടാകാറുള്ള ലീഗിനോടുള്ള മൃദു സമീപനം എല്ലാം മാറ്റിവെച്ച് മുഖ്യമന്ത്രി പൊതുവേദികളിൽ തന്നെ ലീഗിനെ ആക്രമിക്കാൻ തുടങ്ങിയിരുന്നു. മുസ്ലിം ലീഗും അടങ്ങിയില്ല. സർക്കാർ വിരുദ്ധ സമരങ്ങളിൽ ഒക്കെ കോൺഗ്രസിനേക്കാൾ ലീഗാണിന്ന് പ്രതിപക്ഷം. ഒരു ഘട്ടത്തിൽ ഒന്നിക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷയോടെ നോക്കിയിരുന്ന ലീഗ് CPM ബന്ധത്തിന് പിന്നീട് വിള്ളൽ സംഭവിച്ചു. പരസ്പരം പഴിചാരിയും ആരോപണങ്ങൾ ഉയർത്തിയും ഇരുകൂട്ടരും സജീവമായി. ലീഗ് സമസ്ത ബന്ധത്തിൽ വിള്ളൽ ഉണ്ടാക്കുന്നത് CPM ആണെന്ന തിരിച്ചറിവ് ലീഗിനെ CPM ബന്ധത്തിൽ നിന്നും ഏറെ പിന്നിലേക്ക് വലിച്ചു. അതിന്റെ തുടർച്ചയെന്നോണമാണ് ഇരുകൂട്ടരും നിരന്തരമായി ഉന്നയിക്കുന്ന വിമർശനങ്ങളും പഴിചാരലുകളും എല്ലാം.